ഗായ്സ്, ഞാൻ എങ്ങനെയാ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി കണ്ടാലോ? അതിന് ഞാൻ സ്റ്റൗവിലേക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനുശേഷം സവാള ആഡ് ചെയ്ത് പിന്നെ കഴുകി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് വഴറ്റിയ ശേഷം നമുക്കിനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്യുക. ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വഴണ്ട് വന്ന ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യേണ്ട. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പൊടികളെല്ലാം പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ പാൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചിക്കനിൽ അരപ്പ് പിടിക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ ഈ ഒരു സമയത്താണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടിയും കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ പാൻ ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി അതിങ്ങനെ വരും. നമുക്ക് പറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പറ്റിച്ചെടുക്കാം. എനിക്ക് കുറച്ച് ഗ്രേവിയിൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തത്. ഇതാണ് എൻ്റെ ചിക്കൻ റോസ്റ്റ് റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ദേ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ബൈ ഗൈസ്, ഞാൻ എന്നാൽ പോയിട്ട് വരാം.